Dear friends, welcome back at another episode of my YouTube channel. My name is Ibad Rahman. Google Gboard കുറിച്ചാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. iOS-ലും Android-ലും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് Google Gboard. സാധാരണ കീബോർഡിൽ നിന്നും ഒരു പടി മുകളിലാണ് Google Gboard. നമ്മൾ നോർമലി വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണ് ചാറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? ഗൂഗിളിൽ പോയിട്ട് ആ ഇൻഫർമേഷൻസ് കോപ്പി ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കാണെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ Gboard നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻസ് എടുക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് സ്കോർ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഗൂഗിളിലേക്ക് പോകാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് കാര്യം ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഗൂഗിൾ Gboardന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡിൽ നിന്നോ iOS-ൽ നിന്നോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്യണതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. എങ്ങനെയാണ് Gboard വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ iOS ഫോണിലാണ് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത്. ആൻഡ്രോയിഡിലും iOS-ലും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്. സാധാരണ നമ്മളൊരു കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡ് സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ പ്രിഫറൻസ് ഒക്കെ മാറ്റണം. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ഒരു Gboardന്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം. ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ്, ഹിന്ദിയിലും മലയാളത്തിലും ഗൂഗിൾ Gboard ലാംഗ്വേജ് അവൈലബിൾ അല്ല. കാലക്രമേണ ഗൂഗിൾ എന്തായാലും നമ്മുടെ ഈ ലാംഗ്വേജുകൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ദെൻ രണ്ട് തീമുകൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് തീം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബ്ലാക്ക് തീം ഇടാം, വൈറ്റ് തീം ആണെങ്കിൽ വൈറ്റ് തീം ഇടാം. ഞാനിവിടെ വൈറ്റ് ആണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ സെർച്ച് സെറ്റിങ്സ്, നമുക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സെറ്റിങ്സ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് സെർച്ച് സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയും സെറ്റിങ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ് Gboard വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഞാനൊരു വാട്സപ്പിലാണ് ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വാട്സപ്പിൽ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. അവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആദ്യം കാണിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യണ ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിക്കുന്നത്. എൻ്റെ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യണ വിൻഡോയാണ് നിങ്ങൾ കാണുന്നത്. ഇനി Gboard എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗ്ലോബിൻ്റെ ഒരു ഐക്കൺ കാണാം താഴെ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ Gboard ഇനേബിൾ ആവും. ഞാനിപ്പോൾ iOS-ലാണ് കാണിക്കുന്നത്. ആൻഡ്രോയിഡിലും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ്. ഒരു ഗ്ലോബിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ മേളിലായിട്ട് G എന്ന് പറഞ്ഞ ഐക്കൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താൽ Gboardന്റെ സഹായത്തോടു കൂടിയല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. Gboardന്റെ സഹായത്തോടു കൂടി നമ്മൾ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ G എന്ന് പറയുന്നൊരു ബട്ടൺ കണ്ടോ, ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. G എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴാണ് Gboard ഇനേബിൾ ആയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോകണമാണ്. എബൌട്ട് കൊച്ചി എന്ന് ഞാൻ വെറുതെ Gboard സെർച്ച് ചെയ്യുന്നു. എബൌട്ട് കൊച്ചിൻ. ദെൻ താഴെ ഒരു സെർച്ച് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, കൊച്ചിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്, വിക്കിപീഡിയ ഇൻഫർമേഷൻസ്, അങ്ങനെ ഇൻഫർമേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക, കൊച്ചിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അദ്ദേഹത്തിനോ. നോർമലി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗൂഗിളിൽ പോയിട്ട് ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിളിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു ഇമേജ് കൂടെ അയക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഞാൻ Gboard എടുക്കുന്നു. Gboard എടുത്തിട്ട് ക്രിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. ക്രിക്കറ്റിൻ്റെ ഇമേജുകളാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് കൊടുത്താൽ ആ ഇമേജ് പേസ്റ്റ് ആകുന്നതാണ്. കണ്ടോ, നമുക്ക് ഇമേജും ഇങ്ങനെ അയക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ടൈം ഒരുപാട് ലാഭമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പോയി ടൈപ്പ് ചെയ്ത് വരുന്ന സമയത്തിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. iOS ആണെങ്കിൽ iOS-ൻ്റെ ലിങ്കും ഉണ്ട്. ആൻഡ്രോയിഡ് ആണ് എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ജിഫ് ഇമേജ് ഫേസ്ബുക്കിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ ഗൂഗിളിൽ പോയിട്ട് ജിഫ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ Gboard ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയത് കാരണം നമുക്ക് ജിഫ് ഇമേജ് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. നോക്കുക, ഗുഡ് മോർണിംഗ് ഇമേജ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. താഴെ ജിഫ് എന്ന് പറയുന്ന ഐക്കൺ ഉണ്ട്. ദെൻ നോക്കാം, കണ്ടോ, ഒരു ജിഫ് ഇമേജ് എൻ്റെ ഫേസ്ബുക്കിൽ വന്നിരിക്കുകയാണ്. Gboard ഉപയോഗിച്ചിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് സെർച്ച് ചെയ്തു. എന്നിട്ട് താഴെ ജിഫ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ഇമേജ് നമുക്ക് ഗുഡ് മോർണിംഗ്
ഗുഡ് മോർണിംഗിൻ്റെ ജിഫ് ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വളരെ നമ്മുടെ ടൈം സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ജീബോർഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ജിമെയിലിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ജിമെയിലിൽ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ, എപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ജിമെയിലിൽ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ താഴെ ഒരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം, അത് എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ.